Hello everyone. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഒരുപാട് നാളിന് ശേഷമാണ് ഒരു ലോങ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് സാധനങ്ങൾ ഷോപ്പ് ചെയ്യാനുണ്ട്. അത് വേറെ എവിടെ നിന്നും അല്ല, ഐക്യന്നാണ്. നമ്മളിപ്പോൾ ബസ് ഇറങ്ങിയിട്ട് ഐക്യയിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഐക്യയുടെ കുറച്ച് ഷോപ്പിംഗ് വിശേഷങ്ങൾ നിങ്ങളെയും കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഐക്യ എന്ന് പറയുന്നത് ലോക പ്രശസ്തമായൊരു ഫർണിച്ചർ ബ്രാൻഡാണ്. ഇതിൻ്റെ തുടക്കവും സ്വീഡനിൽ തന്നെ ആയിരുന്നു. ഒരു വീട്ടിലേക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ഫർണിച്ചറും ഹോം ഡെക്കർ ഐറ്റംസും ഇവിടെ നിന്ന് കിട്ടും. അപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നതിൻ്റെ ഉദ്ദേശം മനസ്സിലായല്ലോ. നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് സാധനങ്ങൾ ഇവിടെ നിന്ന് ഷോപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത, കിച്ചന് വേണ്ടിയും ലിവിംഗ് റൂമിന് വേണ്ടിയും ബെഡ്റൂമിന് വേണ്ടിയിട്ടുമുള്ള എല്ലാ സാധനങ്ങളും ഓരോ സെക്ഷനുകളായിട്ടാണ് ഇവർ അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒട്ടും കൺഫ്യൂഷൻ ഇല്ലാതെ ഈസി ആയിട്ട് ഷോപ്പ് ചെയ്യും. നമുക്ക് അവിടെ നിന്ന് ആവശ്യാനുസരണം നോക്കിയെടുക്കാൻ ഇതുപോലെയുള്ള മോഡൽ സെറ്റുകളും അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും. ഈ ഒരു സെക്ഷനിൽ നിന്ന് ഞങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് പ്ലേറ്റ്സും ബൗളും ഗ്ലാസ്സും ഒക്കെ കളക്ട് ചെയ്തിട്ട് ഞങ്ങൾ അടുത്ത നേരെ പോകുന്നത് ലിവിംഗ് റൂം ആൻഡ് ബെഡ്റൂം സെക്ഷനിലേക്കാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ കളർ തീമും കാര്യങ്ങളും ഒക്കെ പ്ലാൻ ചെയ്ത് ഇറങ്ങിയെങ്കിലും ഇവിടെ വന്ന് ഈ ഒരു യെല്ലോ കോമ്പിനേഷൻ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഒരു അടി ഉണ്ടാകണ്ടെന്ന് വിചാരിച്ചിട്ട് തീരുമാനിച്ച കളർ ഏതാണോ അത് തന്നെ ഫിക്സ് ചെയ്തു. എനിക്കിപ്പോൾ കുറേ നാളുകളായിട്ട് ഡാർക്ക് ഷെയ്ഡ്സിനോട് വല്ലാത്തൊരു ഇഷ്ടമാണ്. എക്സ്പെഷ്യലി ഒലിവ് ഗ്രീൻ, ബ്ലൂ, യെല്ലോ, ഇതൊക്കെയാണ് എൻ്റെ ഫേവറേറ്റ് ഷെയ്ഡ്സ്. അനൂപിനാണെങ്കിൽ നേരെ ഓപ്പോസിറ്റ്. ലൈറ്റ് ഷെയ്ഡ്സ് അല്ലാതെ ഒന്നും കക്ഷിക്ക് പിടിക്കത്തില്ല. കണ്ടോ, ഈ ഒരു കോമ്പിനേഷൻസ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ അനൂപ് പറയുന്നത് അതൊക്കെ ഡാർക്ക് ഷെയ്ഡ്സ് ആണെന്ന്. കാർപ്പറ്റിൻ്റെ ഒന്നും ആവശ്യമില്ലെങ്കിലും ഞങ്ങളൊന്ന് ജസ്റ്റ് എല്ലാം നോക്കി. ബാത്റൂമിലേക്കും നമുക്ക് കുറച്ച് എസെൻഷ്യൽ ഐറ്റംസ് വാങ്ങിക്കാനുണ്ടായിരുന്നു. അതും പിക്ക് ചെയ്തിട്ട് നമ്മൾ നേരെ ലൈറ്റിൻ്റെ സെക്ഷനിലേക്ക് പോയി. പക്ഷേ ഇവിടെ കൂടുതലും എല്ലാ വീടുകളിലും ഒരു വാം ലൈറ്റാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ നോക്കിപ്പോയത് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു വൈറ്റ് ലൈറ്റായിരുന്നു. എല്ലാ ഐറ്റംസും അഫോർഡബിൾ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ നോ എന്നേ പറയുള്ളൂ. പക്ഷേ ഹോം ഡെക്കർ ഐറ്റംസിൽ കുറേയൊക്കെ നമുക്ക് അഫോർഡബിൾ പ്രൈസിൽ ഇവിടെ നിന്ന് കിട്ടും. ഇവിടെ തന്നെ കണ്ടില്ലേ, ഫോട്ടോ ഫ്രെയിംസ് ഒക്കെ എല്ലാ സൈസിലുള്ളതും അവൈലബിൾ ആണ്. ഷോപ്പിങ്ങിൻ്റെയൊക്കെ ക്ഷീണം മാറ്റാൻ ഇനി കുറച്ച് റൊമാൻസ് ആവാം. വാലന്റൈൻസ് ഡേ ഒക്കെ അല്ലേ എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു റോസാപ്പൂ എനിക്ക് നേരെ നീട്ടിയത്. ഇവിടെ ഓർക്കിഡ്സും പ്ലാന്റ്സും ഒക്കെ എനിക്ക് കുറച്ച് അഫോർഡബിളായിട്ട് തോന്നിയിട്ടുണ്ട്. നമ്മൾ ചെടിയൊന്നും വാങ്ങിച്ചില്ല, പക്ഷേ ഇതിൻ്റെയൊക്കെ ഒന്ന് ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഷൂട്ട് ചെയ്തതാണേ. ഇവിടെ വന്ന് നാട്ടിലെ പൈസയുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്ത് വാങ്ങിക്കുകയാണെങ്കിൽ ഇതെല്ലാം ഭയങ്കര എക്സ്പെൻസീവ് പ്രോഡക്ട്സുകളായിരിക്കും. ഈ ഒരു ചെടിക്ക് ഇവിടെ 580 സെക്കാണ്. ഏകദേശം കൺവേർട്ട് ചെയ്ത് വരുമ്പോഴത്തേക്ക് നാട്ടിലെ 5880 രൂപയിൽ മുകളിലേക്ക് വരും. ഞങ്ങൾ ആദ്യമൊക്കെ വന്നപ്പോഴേ ഇങ്ങനെയായിരുന്നു നോക്കുന്നത്. പിന്നെ അതങ്ങ് പയ്യെ സ്റ്റോപ്പ് ചെയ്തു. അല്ലെങ്കിൽ ഇവിടെ ജീവിക്കാൻ പറ്റത്തില്ല. അങ്ങനെ നീണ്ട ഒരു ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ റെസ്റ്റോറൻറ്റിലേക്ക് പോയി. ഐക്യ ഷോറൂമുകളുടെ മുകളിലോ അതിൻ്റെ സൈഡിലോ ആയിട്ട് എല്ലായിടത്തും റെസ്റ്റോറൻറ്റുകൾ ഉണ്ടാവും. ഇവിടെ നല്ല സ്വീഡിഷ് മീറ്റ് ബോൾസും സ്വീഡിഷ് ഫുഡും ഒക്കെ അവൈലബിൾ ആയിരിക്കും. എനിക്ക് കൂടുതലും ഇവിടെ ഞങ്ങളിപ്പോൾ ഈ ഓർഡർ ചെയ്ത ഫുഡാണ്. ശരിക്കും അതിൻ്റെ പേര് അതൊരു ചിക്കൻ ഫ്രൈ ആണ് വിത്ത് ഫ്രഞ്ച് ഫ്രൈസ് ആൻഡ് വെജിറ്റബിൾസ്. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾ രണ്ടുപേരും കൂടെ ഐക്യയിലോട്ട് വന്നിട്ട് ഒരുപാട് നാളായി. അച്ഛനും അമ്മയും വന്ന സമയത്തും ഞങ്ങൾ 3 പേരും മാത്രമായിരുന്നു വന്നത്. അനൂപ് ഉണ്ടായിരുന്നില്ല. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞാൽ മസ്റ്റായിട്ട് ഞാനിവിടെ റെസ്റ്റോറൻറ്റ് വിസിറ്റ് ചെയ്യും. എനിക്കിവിടുത്തെ ഫുഡ് ഭയങ്കര ഇഷ്ടമാണ്. ഐക്യയുടെ താഴത്തെ ഫ്ലോറിൽ ഒരു ഐസ്ക്രീം കിട്ടും. അതും ഭയങ്കര ടേസ്റ്റിയാണ്. പക്ഷേ ഇന്ന് ഞങ്ങളത് വാങ്ങിയില്ല, കാരണം ചെറിയൊരു ത്രോട്ട് പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട്. ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ തന്നെ ഈ ഒരു ട്രോളിയിൽ പ്ലേറ്റും കാര്യങ്ങളൊക്കെ കൊണ്ട് വേസ്റ്റൊക്കെ ഡംപ് ചെയ്തിട്ട് അവിടെ ക്ലീൻ ചെയ്യാനായിട്ട് വെക്കണം. എനിക്ക് തോന്നുന്നു നമ്മുടെ എറണാകുളം, ബാംഗ്ലൂർ, ഐക്യയിലെല്ലാം ഈ ഒരു സിസ്റ്റമാണ് ഫോളോ ചെയ്യുന്നതെന്ന്. പറ്റുവാണെങ്കിൽ നിങ്ങളൊന്ന് പോയി വിസിറ്റ് ചെയ്യുന്നത് ഒരു എക്സ്പീരിയൻസ് തന്നെയായിരിക്കും. അപ്പോൾ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളെല്ലാം നമ്മൾ അവിടെ നിന്ന് വാങ്ങിച്ച് നല്ലൊരു ഫുഡൊക്കെ കഴിച്ചിട്ട് അങ്ങനെ ഐക്യയിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ ഇക്കയിലോട്ട് പോയി. ICA, ഇക്ക മാക്സി. ഇവിടെ നിന്ന് നമുക്ക് വീട്ടിലേക്കുള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടായിരുന്നു. തൈരും പാലും ബിസ്ക്കറ്റ്സും അരിയും ഒക്കെ. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങിച്ചു. അപ്പോൾ അവിടെ നല്ല ഫ്രഷ് സാൽമൺ ഉണ്ടായിരുന്നു. സാൽമണിൻ്റെ 2 സ്ലൈസും വാങ്ങിച്ചിട്ട് അങ്ങോട്ട് പോയപ്പോൾ നല്ല ചീസ് വെറൈറ്റീസ്, നമുക്ക് ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഗോട്ട് ചീസും കളക്ട് ചെയ്തിട്ട് അവിടെ നിന്ന് നമ്മൾ ഇറങ്ങി നേരെ പവറിലേക്ക് പോയി. കണ്ണമ്മോൻ്റെ ഒരു ബക്കറ്റ് ലിസ്റ്റ് ഐറ്റം ഷോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. പക്ഷേ നമ്മൾ അവിടെ ഓർഡർ കൊടുത്തു, ഉടനെ വരുന്നതായിരിക്കും. സോ അതിനുശേഷം അതിൻ്റെ വിശേഷങ്ങൾ അറിയിക്കാം. ദെൻ ബാക്ക് ടു ഹോം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു.
ഇതുപോലെയുള്ള കൊച്ചു കൊച്ചു സന്തോഷങ്ങളും കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയുമായി തിരിച്ചെത്തുന്നത് വരെ നിങ്ങളുടെ സ്വന്തം സായി.